സിനിമാ മേഖലയിലുള്ള ഭൂരിപക്ഷം പേരും എന്തുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ഇതുവരെ തുറന്നു പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും ജയറാം, ദിലീപ്, പൃഥ്വിരാജ്, ടൊവിനോ തോമസ് എന്നിങ്ങനെയുള്ള നിരവധി നടന്മാർ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ പലരും തങ്ങൾക്ക് ഏത് രാഷ്ട്രീയത്തിനോടാണ് ചായ്വ് എന്നുള്ളതും തെളിവുമൊക്കെ സൂചനകൾ നൽകിയിട്ടുമുണ്ട്. സമൂഹത്തെ ബാധിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ സമൂഹത്തിനൊപ്പം നിൽക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അല്ലാതെ ഒരിക്കലും ആ പ്രശ്നത്തിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്നത് താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളതിനാൽ ഒരിക്കലും എനിക്ക് ആ പ്രശ്നത്തിനൊപ്പം നിൽക്കാൻ കഴിയില്ല എന്നൊന്നും ഇവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. രാഷ്ട്രീയം ഇരുതല മൂർച്ചയുള്ള വാളാണെന്നുള്ളത് ഇവർക്കെല്ലാവർക്കും അറിയാം. സൂക്ഷിച്ചില്ലെങ്കിൽ ഉറപ്പായും കൈ മുറിയും എന്നുള്ള കാര്യം അവരുടെ ഓർമ്മയിൽ എന്നും ഉള്ളതുകൊണ്ടാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ പലപ്പോഴും ഇടപെടാതെ ഇത്തരക്കാർ മാറി നിൽക്കുന്നത്. എന്നാൽ അവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ് നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് പിന്നാലെ തൻ്റെ രാഷ്ട്രീയ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി. ആ സമയം സിനിമയിൽ അദ്ദേഹം കത്തിനിന്ന കാലമായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയ വാർത്തകളൊക്കെ അന്ന് ശ്രദ്ധേയമായിരുന്നു. എന്തായാലും കഷ്ടപ്പെട്ടതിന് ഒടുവിൽ ഫലമുണ്ടായി എന്ന് പറയുന്നത് പോലെ രാജ്യസഭാ സീറ്റും അദ്ദേഹത്തെ തേടിയെത്തി. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ നിന്ന് വിജയിച്ചത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP ലോക്സഭാ MP ആയി അദ്ദേഹം മാറുമ്പോൾ BJP പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുള്ളിക്കാരൻ നടത്തിയ ചില പ്രസ്താവനകളിലൂടെ ക്യാബിനറ്റ് മന്ത്രി പദവി സഹമന്ത്രി പദവിയായി മാറുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു എന്ന അവസ്ഥയിലാണ് സുരേഷ് ഗോപി. ഈ പറഞ്ഞതിന് കാരണം തനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അതുകൊണ്ട് വലിയ മന്ത്രി പദവി ഒന്നും വേണ്ട എന്നാണ് സുരേഷ് ഗോപി ആദ്യം പറഞ്ഞത്. ഇത് കേൾക്കാനിരുന്നത് പോലെ സഹമന്ത്രി സ്ഥാനം മാത്രം നൽകി കേന്ദ്രം ആദ്യം തേച്ചു. എന്നാൽ പിന്നീട് നടന്നതോ, സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരവും കേന്ദ്രം നിഷേധിച്ചു. 10-22 സിനിമകളിലൊക്കെ താൻ കരാറായി വച്ചിട്ടുണ്ടെന്നും ആ സിനിമകളിൽ എല്ലാം തനിക്ക് അഭിനയിച്ചാലേ പറ്റുകയുള്ളൂ എന്നുമൊക്കെയാണ് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി ജനങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇതുവരെ ഒരു സിനിമ പോലും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സുരേഷ് ഗോപി വാർത്തകളിലേക്ക് വന്നിരിക്കുന്നത് മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറിയ സംഭവത്തിലാണ്. സാധാരണ ഒരു ജനപ്രതിനിധിയും പെരുമാറാത്ത തരത്തിലാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് കഴിഞ്ഞ ദിവസം പെരുമാറിയത്. എന്ന് മാത്രമല്ല, അതിനു മുൻപ് 1-2 സംഭവങ്ങളും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്കിലും ഇത്തവണത്തെ ഈ പെർഫോമൻസ് കുറച്ചധികമായി പോയി എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വളരെ അടുത്ത് ബന്ധമുള്ളവർ പോലും പറയുന്നത്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ചതും സുരേഷ് ഗോപിയെ എമ്പുരാൻ സിനിമയിലെ ഒരു കഥാപാത്രത്തിനോട് താരതമ്യം ചെയ്തതുമൊക്കെയാണ് മാധ്യമപ്രവർത്തകരോട് ദേഷ്യത്തിന് പെരുമാറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് പലരും കരുതിയത്. എന്നാൽ ഈ പരാമർശങ്ങളല്ല സുരേഷ് ഗോപിയെ വയലൻ്റ് ആക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സുരേഷ് ഗോപിയുടെ വയലൻസ് എമ്പുരാൻ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിലും കൂടുതൽ മലയാളത്തിലെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. മുൻപ് ഒരു മാധ്യമപ്രവർത്തക പരാതി ഉന്നയിച്ചിട്ട് പോലും പിന്നീടും മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായി ഇടപെട്ട വ്യക്തിയാണ് സുരേഷ് ഗോപി. അപ്പോൾ പിന്നെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി ഇത്തരത്തിൽ തട്ടിക്കയറിയതിൻ്റെ കാര്യം എന്തായിരുന്നു? വഖഫായിരുന്നോ? അതോ ജബൽപൂർ വിഷയം ചോദിച്ചതോ? അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയമാണോ? സുരേഷ് ഗോപിയുടെ ആ പെർഫോമൻസ് കണ്ടവർക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട്. മാത്രമല്ല, ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ സംസാരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയെ വളരെ പ്രകോപനപരമായ രീതിയിലാണ് കാണാൻ സാധിച്ചത്. ജോൺ ബ്രിട്ടാസിനോട് സംസാരിക്കുന്ന സമയത്തൊക്കെ കൈ ചൂണ്ടി അദ്ദേഹത്തെ എന്തൊക്കെയോ പറഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സുരേഷ് ഗോപിയെ ജനങ്ങൾ കണ്ടു. പാർലമെന്റിലെ ചോദ്യോത്തര വേളയിൽ നിരവധി MP-മാർ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ ഉത്തരങ്ങളും പറയാറുണ്ട്. ഇതുവരെ ആരിലും ഇത്തരത്തിലുള്ള ഒരു ഭാവം ജനങ്ങൾ കണ്ടിട്ടില്ല. ആ സംഭവം നടന്ന പിറ്റേ ദിവസമാണ് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി പ്രകോപനപരമായ രീതിയിൽ സംസാരിച്ചത്. പലപ്പോഴും പല രീതിയിലും സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും അന്നത്തെ ചോദ്യം ചോദിച്ച കൈരളിയിലെ മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല, അവർക്കൊപ്പം നിന്ന് ഒരു മാധ്യമപ്രവർത്തകർക്കും ഇഷ്ടപ്പെട്ടില്ല. കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവിട്ടു പോയി എന്ന് തന്നെ പറയാം.
ഇനി ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ അഴിച്ചുവിടാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേരള പത്രപ്രവർത്തക യൂണിയൻ രംഗത്തെത്തുകയും ചെയ്തു. മാധ്യമങ്ങളെ പുച്ഛിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും തുടരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അപഹാസ്യമായ പെരുമാറ്റം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അവർ രംഗത്തെത്തിയത്. ജനങ്ങളെ പ്രജകളായി കാണുന്ന കേന്ദ്രമന്ത്രി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളെയും മൂല്യങ്ങളെയും കുറിച്ച് ഇനിയെങ്കിലും പഠിക്കേണ്ടതുണ്ടെന്നും ജനാധിപത്യം എന്തെന്നറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവും മാധ്യമങ്ങളെ ഇങ്ങനെ അവഹേളിച്ച് സംസാരിക്കാൻ മുതിരില്ലെന്നും യൂണിയൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനിയും തരം താഴരുതെന്ന് മാത്രമേ അദ്ദേഹത്തോട് പറയാനുള്ളൂ എന്നും യൂണിയൻ പ്രസ്താവനയിൽ പറഞ്ഞു. സിനിമയിലെ ആക്ഷൻ ഹീറോ പരിവേഷത്തിൻ്റെ കെട്ടുവിടാതെ ജനപ്രതിനിധിയായ സുരേഷ് ഗോപി രാഷ്ട്രീയ കോമാളിയായി അതിവേഗം വേഷപ്പകർച്ച നടത്തുകയാണ്. മാധ്യമങ്ങളെ പുച്ഛിക്കൽ, മാധ്യമപ്രവർത്തകർക്കു നേരെ ഭീഷണി സ്വരത്തിൽ ആക്രോശിക്കൽ, അവരെ വിരട്ടാൻ ശ്രമിക്കൽ, തനിക്കിഷ്ടമില്ലാത്ത മാധ്യമ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരെ പേരെടുത്തു പറഞ്ഞ് കളിയാക്കൽ, അങ്ങനെ ശീലിച്ചു പോന്ന കോമാളിത്തനങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിച്ച് മാന്യമായി പെരുമാറാൻ അദ്ദേഹം തയ്യാറാകണം. കേന്ദ്രമന്ത്രിയായിട്ടും പക്വതയാർജിക്കാനോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാനോ കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ പൊതുബോധമില്ലായ്മയാണ് വ്യക്തമാക്കുന്നതെന്നും യൂണിയൻ പറഞ്ഞു. അതായത് പത്രപ്രവർത്തക യൂണിയൻ പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഇതുവരെ പക്വത ഉറച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, ജനങ്ങളെ പ്രജകളായി കാണുന്ന ഒരു തമ്പുരാൻ മനോഭാവം പുള്ളിയിലുണ്ട് എന്നും മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ പറയുന്നു. എന്തായാലും ഈ തിരിച്ചറിവ് അവർക്ക് നേരത്തെ ഉണ്ടെങ്കിലും ഇപ്പോഴാണ് തുറന്നു പറയാനുള്ള ആർജവം പത്രപ്രവർത്തക യൂണിയൻ കാണിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയം. സ്വന്തം പിൻഭാഗം വേവുമ്പോഴാണല്ലോ സ്വാഭാവികമായും അസ്വസ്ഥതയുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം അത് സംഭവിച്ചു. അപ്പോൾ പൗരബോധം ഉണർന്നു. ശരി, അതോടെ നിൽക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു, മലയാളത്തിലെ മഹാനടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സുരേഷ് ഗോപിയുടെ കൺട്രോൾ തെറ്റിച്ചത് എന്ന്. അത്തരത്തിലുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. കൺട്രോൾ തെറ്റിക്കാനുള്ള എന്ത് സംഭവങ്ങളാണ് ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യ വിഷയം എമ്പുരാൻ തന്നെയാണ്. എമ്പുരാൻ വിഷയം എന്ന് പറഞ്ഞാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയം. അതായത് ചിത്രം പുറത്തിറങ്ങി വിവാദമായതിന് പിന്നാലെ ചിത്രത്തിൻ്റെ 24 ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റിയിരുന്നല്ലോ. എഡിറ്റ് ചെയ്യുന്നതിന് മുൻപ് പ്രദർശിപ്പിച്ചപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു കാർഡ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിരുന്നു. എന്നാൽ രണ്ടാമത് എഡിറ്റ് ചെയ്ത ശേഷം ആ കാർഡ് സിനിമയിൽ നിന്നും അപ്രത്യക്ഷമായി. ഇക്കാര്യം താൻ തന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞാണ് ചെയ്യിപ്പിച്ചത് എന്ന സുരേഷ് ഗോപി രാജ്യസഭയിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. അതിനൊപ്പം TP 51 വെട്ട് എന്ന സിനിമയും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയുമൊക്കെ കേരളത്തിൽ റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യവും സുരേഷ് ഗോപി ചോദിച്ചിരുന്നു. ഇതെല്ലാം നടക്കുന്നത് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം മോശമായി പെരുമാറിയ ദിവസത്തിൻ്റെ തലേ ദിവസമാണ്. എമ്പുരാൻ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ നിന്നും തൻ്റെ പേര് താൻ തന്നെ മുൻകൈയെടുത്ത് വെട്ടിമാറ്റിച്ച സംഭവം അദ്ദേഹം വെളിപ്പെടുത്തിയത് സുരേഷ് ഗോപിക്ക് തന്നെ വലിയ രീതിയിൽ പാരയായി എന്നാണ് വിവരം. മറ്റുള്ളവരോട് ആലോചിക്കാതെ സ്വന്തമായി നടത്തിയ ഈ നടപടിക്കെതിരെ സുരേഷ് ഗോപിയുടെ അടുത്ത സുഹൃത്തു കൂടിയായ മോഹൻലാൽ ദേഷ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് സുരേഷ് ഗോപിയും മേജർ രവിയും പോലുള്ള കടുത്ത സംഘപരിവാർ പ്രവർത്തകരൊക്കെ എമ്പുരാൻ സിനിമ രാജവിരുദ്ധമാണ് എന്ന് തന്നെയാണ് പറയുന്നത് എന്ന് വ്യക്തമാണ്. മേജർ രവി അത് വ്യക്തമായി പറയുകയും ചെയ്തു. സുരേഷ് ഗോപി ചില സൂചനകൾ നൽകി നമ്മളെ അറിയിക്കുകയും ചെയ്തു. സ്വാഭാവികമായും പൃഥ്വിരാജ്, ആൻ്റണി പെരുമ്പാവൂർ എന്നിവരൊക്കെ സുരേഷ് ഗോപിക്കും മേജർ രവിക്കുമൊക്കെ ശത്രുക്കളായി കഴിഞ്ഞു. തൻ്റെ പേര് സുരേഷ് ഗോപി സിനിമയിൽ നിന്നും മാറ്റിയത് നിർമ്മാതാക്കളെ വിളിച്ചു പറഞ്ഞാണ്. മാത്രമല്ല, താൻ സിനിമയിൽ നിന്നും പേര് മാറ്റിയ സംഭവം പരസ്യമായി രാജ്യസഭയിൽ പറയുകയും ചെയ്തു. ഇതോടെയാണ് മോഹൻലാൽ കലിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ കോൾ മോഹൻലാലിൽ നിന്ന് സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നാണ് സൂചനകൾ. ഈ ഒരു വിഷമത്തിലും അസ്വസ്ഥതയിലും കൊച്ചിയിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്താണ് മാധ്യമപ്രവർത്തകർ ചോദ്യവുമായി എത്തിയതും സുരേഷ് ഗോപിയുടെ കൺട്രോൾ പോയതും. ഈ കൺട്രോൾ വിടാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. കുറച്ച് ദിവസം മുൻപ്, അതായത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ മമ്മൂട്ടി കമ്പനി ഒരു ചിത്രം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നിർമ്മിക്കുന്ന സിനിമയായിരിക്കും അതെന്നും ആ ചിത്രത്തിൽ പ്രധാനപ്പെട്ട വേഷത്തിൽ സുരേഷ് ഗോപി എത്തുമെന്നുമായിരുന്നു വാർത്ത. മമ്മൂട്ടി, സുരേഷ് ഗോപി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ ഈ സിനിമയിൽ ഒന്നിച്ചെത്തുമെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, മമ്മൂട്ടിയെ കൂടാതെ മറ്റൊരു നിർമ്മാണ കമ്പനിയും ഈ സിനിമയിൽ ഉണ്ടാകുമെന്നും വിവരങ്ങളുണ്ടായിരുന്നു. ഈ ചിത്രത്തെക്കുറിച്ച് സുരേഷ് ഗോപി വലിയ പ്രതീക്ഷകൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ ഈ ചിത്രത്തിൽ അഭിനയിക്കുക എന്നുള്ളത് വലിയ പ്രതീക്ഷയോടെയാണ് താൻ കാണുന്നതെന്നും ഇനിയും ഒരുപാട് ചിത്രങ്ങളിൽ തനിക്ക് അഭിനയിക്കണമെന്നുമൊക്കെ അന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. സുരേഷ് ഗോപി വലിയ പ്രതീക്ഷയോടെ കണ്ട ഈ ചിത്രത്തിൽ നിന്ന് അദ്ദേഹം മാറ്റപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേഷ് ഗോപിയുടെ വേഷത്തിലേക്ക് എത്തിയത് സാക്ഷാൽ മോഹൻലാൽ തന്നെയായിരുന്നു എന്നുള്ളതും ഇവിടെ ഓർക്കണം. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വേഷമായിരുന്നു അത്.
കേന്ദ്രമന്ത്രിമാർക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നതിനാൽ സുരേഷ് ഗോപിക്ക് ആ അവസരം നഷ്ടമാവുകയായിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മൾട്ടിസ്റ്റാർ ചിത്രമായതിനാൽ നടന്മാരുടെ സമയലഭ്യത അനുസരിച്ച് ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി, ചിത്രത്തിൻ്റെ നിർമ്മാണ സ്ഥാനത്ത് നിന്നും മമ്മൂട്ടി പിന്മാറിയിരുന്നു. ഇപ്പോൾ ആൻഡ്രൂ ജോസഫാണ് സിനിമ നിർമ്മിക്കുന്നത്. ഈ സിനിമയിൽ നിന്നുള്ള ഒഴിവാക്കലും സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ തളർത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരർത്ഥത്തിൽ സിനിമയിൽ നിന്നുള്ള ഒഴിവാക്കലല്ല, മന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യമാണ് സുരേഷ് ഗോപിയെ തളർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ആകെ കൊണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ കൊച്ചിയിൽ വന്നിറങ്ങിയ സുരേഷ് ഗോപിയുടെ അടുത്ത് മൈക്കുമായി പോയ മാധ്യമപ്രവർത്തകരാണ് പുള്ളിക്കാരൻ്റെ വായിൽ നിന്നും വൃത്തിയായി കേട്ട് നിർവൃതി അടഞ്ഞത്. കേരളത്തിൽ ഇത്രത്തോളം രാഷ്ട്രീയ പ്രവർത്തകരും മറ്റ് ചുമതലകൾ വഹിക്കുന്നവരും ഉണ്ടെങ്കിലും സുരേഷ് ഗോപിയിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് ജനാധിപത്യ വിരുദ്ധതയുടെ ഭാഗം തന്നെയാണെന്നാണ് പത്രപ്രവർത്തക അസോസിയേഷൻ പറയുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ആ സമയത്തെ മാധ്യമങ്ങൾ നൽകിയിരുന്നു. ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയക്കാരനായും പിന്നീട് ഒരു ജനപ്രതിനിധിയായും സുരേഷ് ഗോപി മാറിയപ്പോൾ അതിനെയെല്ലാം പരമാവധി പിന്തുണച്ചവരാണ് സകല മാധ്യമങ്ങൾ. എന്നാൽ ജനപ്രതിനിധിയായതോടെ സുരേഷ് ഗോപിയുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു എന്നും പത്രപ്രവർത്തക യൂണിയൻ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ മറ്റൊരു രാഷ്ട്രീയ നേതാവും ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പെരുമാറിയിട്ടില്ല എന്നുള്ളതും കഴിഞ്ഞ ദിവസം യൂണിയൻ ചൂണ്ടിക്കാട്ടിയിരുന്നു.